PSC മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. 25 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, PV നരസിംഹറാവു, ജവഹർലാൽ നെഹ്റു. ഉത്തരം വീഡിയോയുടെ അവസാനം. രണ്ടാമത്തെ ചോദ്യം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? നിലമ്പൂർ, താന്നിത്തോട്, പേരാമ്പ്ര, അഞ്ചരക്കണ്ടി. മൂന്നാമത്തെ ചോദ്യം. ചന്ദോളി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? A. കർണാടക, B. മഹാരാഷ്ട്ര, C. മധ്യപ്രദേശ്, D. ഒഡീഷ. ഉത്തരം വീഡിയോയുടെ അവസാനം ഉണ്ടേ, നോക്കണം കേട്ടോ. 4. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏത്? A. സത്പുര, B. വിന്ധ്യ, C. ആരവല്ലി, D. കാരക്കോറം. ഉത്തരം ഒന്ന് നോക്കണം കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ, B. സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാൻ, C. കാർഗിൽ യുദ്ധം, D. ഗോവ, ഡാമൻ, ദിയു എന്നിവയെ മോചിപ്പിക്കാൻ. ആറാമത്തെ ചോദ്യം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? A. A cry child only get the milk, B. A child that cries will get the milk, C. A child cries only get the milk, D. A child that cries the milk will get. ഏഴാമത്തെ ചോദ്യം. ശത്രുഘ്നൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? K. ശ്രീകുമാർ, P. സച്ചിദാനന്ദൻ, V. ഗോവിന്ദൻകുട്ടി മേനോൻ, PV നാരായണൻ നായർ. ഉത്തരം വീഡിയോയുടെ അവസാനമുണ്ട്. എട്ടാമത്തെ ചോദ്യം. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് എത്രാമത് ഭേദഗതി പ്രകാരമാണ്? A. 86, B. 61, C. 71, D. 89. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒൻപതാമത്തെ ചോദ്യം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏതാണ്? A. സമതല ദർപ്പണം, B. ഉത്തര ദർപ്പണം, C. അവതല ദർപ്പണം, D. ഇവയൊന്നുമല്ല. പത്താമത്തെ ചോദ്യം. ഹൈക്കോടതി ജഡ്ജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? A. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, B. ഗവർണർ, C. രാഷ്ട്രപതി, D. മുഖ്യമന്ത്രി. 11ാമത്തെ ചോദ്യം. ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനം ഏത്? A. ചെന്നൈ, B. മധ്യപ്രദേശ്, C. മഹാരാഷ്ട്ര, D. കേരളം. 12ാമത്തെ ചോദ്യം. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർകനിക എവിടെ സ്ഥിതി ചെയ്യുന്നു? A. ഉത്തർപ്രദേശ്, B. മധ്യപ്രദേശ്, C. ഗോവ, D. ഒഡീഷ. ഉത്തരം വീഡിയോയുടെ അവസാനമുണ്ട്. 13ാമത്തെ ചോദ്യം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? A. തേക്കടി, B. പുറ്റടി, C. കുമരകം, D. അതിരപ്പള്ളി. 14ാമത്തെ ചോദ്യം. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത് എങ്ങനെ? വിദ്യുത് പ്ലസ് ശക്തി, വിദ്യു പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി, വിദ്യു പ്ലസ് ശക്തി. 15ാമത്തെ ചോദ്യം. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായത് ഏത്? മെല്ലെ തിന്നാൽ പനയും തിന്നാം, ഒത്തുപിടിച്ചാൽ മലയും പോരും, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, D. വിത്ത് ഗുണം 10 ഗുണം. 16ാമത്തെ ചോദ്യം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞതാര്? മുഹമ്മദ് ഇക്ബാൽ, അഷ്ഫാഖ് ഉല്ലാ ഖാൻ, മൗലാന ആസാദ്, മുഹമ്മദ് അലി ജിന്ന. 17ാമത്തെ ചോദ്യം. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് ആരുടെ വാക്കുകളാണ്? A. ജവഹർലാൽ നെഹ്റു, B. B.R. അംബേദ്കർ, C. മഹാത്മാഗാന്ധി, D. സർദാർ പട്ടേൽ. ഉത്തരം വീഡിയോയുടെ അവസാനമുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. 18ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരിയായ ക്രമം ഏത്? A. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, B. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, C. ചന്ദ്രൻ, ഭൂമി, സൂര്യൻ, D. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. 19ാമത്തെ ചോദ്യം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം? A. ബീജാങ്കുരണം, B. ബീജപ്രസരണം, C. ബീജപത്രം, D. ഇവയൊന്നുമല്ല. ഉത്തരം വീഡിയോയുടെ അവസാനമുണ്ട്.
20ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ഭിന്നങ്ങളുടെ അവരോഹണ ക്രമം ഏതാണ്? ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം കേട്ടോ. 21ാമത്തെ ചോദ്യം, മുൻ പ്രധാനമന്ത്രി A.B. വാജ്പേയിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നിലവിൽ വന്ന സ്ഥലം? എ പൂനെ, ബി ന്യൂഡൽഹി, സി അഹമ്മദാബാദ്, ഡി ഹൈദരാബാദ്. 22ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ സർവീസ് മെഡൽ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട്? എ കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ, ബി സോഫിയ ബീവി, സി ഫാത്തിമ ബീവി, ഡി മാനസി ജോഷി. 23, ബൊമാൻസ് ക്യാപ്സ്യൂൾ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? എ കരൾ, ബി വൃക്ക, സി ഹൃദയം, ഡി ശ്വാസകോശം. ഉത്തരം വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, നോക്കുക. 24ാമത്തെ ചോദ്യം, കറൻസിയേതര പണക്കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? എ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, ബി ഡിജി ലോക്കർ, സി ആധാർ പേ, ഡി ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. 25ാമത്തെ ചോദ്യം, വിപ്ലവം എന്ന അർത്ഥം വരുന്ന ഗദ്ദാർ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? എ സംസ്കൃതം, ബി ഗുജറാത്തി, സി മറാത്തി, ഡി പഞ്ചാബി. ആൻസർ കീ ചുവടെ ചേർക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. താങ്ക് യു.